പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം രാജീവ് പെരുമ്പുറ, നമ്മുടെ 8-9 വാർഡിലുള്ള 2 മെമ്പർമാർ, സദസ്സിലിരിക്കുന്ന ഗുരുനാഥന്മാർ, കാരണവന്മാർ, എല്ലാവർക്കും സ്നേഹം. പുരസ്കാരം ഷിബു ഇവിടെ പുരസ്കാരം വാങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് എന്താ പറയുക, നല്ല സന്തോഷവും എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു രക്ഷാദൗത്യത്തിന് പോയിട്ട് ഒരു ആദരവ് വാങ്ങുക, പുരസ്കാരം വാങ്ങുക എന്ന് പറയുമ്പം അതിൻ്റെ ബാക്കിൽ ഒരുപാട് ദുഃഖമുണ്ട്. കാരണം ഒരു ദുരന്ത മുഖത്തേക്ക് പോയി നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളവിടെ പോയി സഹജീവികളെ നമ്മൾ പരിപാലിച്ചു. അവരെ അപകടം പറ്റിയവരെ നമ്മൾ രക്ഷപ്പെടുത്തി, മറ്റുള്ളവരെ കുടുങ്ങിക്കിടക്കുന്നവരെ മറ്റുള്ള ക്യാമ്പ് സെൻറ്ററിലേക്ക് മാറ്റി, മരണപ്പെട്ടവരെ അതിൻ്റേതായ നടപടിക്രമങ്ങളിലേക്ക് മാറ്റി. ഇതെല്ലാം ദുഃഖം നിറഞ്ഞ അവസ്ഥകളായിരുന്നു. അവസ്ഥയ്ക്ക് ഒരു പുരസ്കാരം വാങ്ങുന്നതിൽ സങ്കടമുണ്ടെങ്കിലും കൂടി നാട്ടിൽ നിന്ന് ഈ ഒരു ആദരവ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇത്തരം ദുരന്തം നമ്മൾ വിളിച്ചു വരുത്തിയതാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ കേരളം ഒരു ജലബോംബായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. വയനാട് ദുരന്തം ആദ്യം ഞാൻ ഷിരൂരിലേക്കായിരുന്നു പോയിരുന്നത്, കർണാടകയിലെ ഷിരൂരിലേക്കായിരുന്നു പോയിരുന്നത്. 2 ദിവസം മാധ്യമങ്ങളിൽ കണ്ടു അവിടെ തെരച്ചിൽ നടക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പലതും ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞിരുന്നു. 2 വർഷമായിട്ട് ഞാൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പൂനൂരുള്ള ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കർണാടകയിലേക്ക് പോകുന്നത്. ഞങ്ങൾ 8 പേരടങ്ങിയൊരു സംഘമായിരുന്നു. ആദ്യം 4 പേര് പോയി, പിറ്റേ ദിവസം 4 പേര് വന്നു. അവിടുത്തെ NDRFൻ്റെ കൂടെ ആയിരുന്നു നമ്മളെ ഇത് ചെയ്തിരുന്നത്, പ്ലേസ് ചെയ്തിരുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പം ഒരു അർജുൻ മാത്രമല്ല അവിടെ മിസ്സിങ് ആയിട്ടുള്ളത്. കർണാടകക്കാരായിട്ടുള്ള 4-5 പേരുണ്ടായിരുന്നു, ഒരു തമിഴ്നാട്ടുകാരൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള വേറൊരു ടാങ്കർ ഡ്രൈവറും അവിടെ മിസ്സിങ് ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ മാധ്യമങ്ങളോ നാട്ടുകാരോ അറിഞ്ഞിട്ടില്ല. അവരും മനുഷ്യരാണ്. പക്ഷേ അവർക്കുള്ളതിനെക്കാട്ടി എന്തോ ഒരു പ്രത്യേകത അവിടെയുള്ള MLA പോലും ചോദിച്ചതാണ്, ഇദ്ദേഹം നിങ്ങളെ നാട്ടിലെ ഏതെങ്കിലും മന്ത്രിയുടെ അടുത്ത ആളാണോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും വലിയൊരു സ്വാധീനമുള്ള ആളാണോ എന്നുള്ളത്. അതിന് വ്യക്തമായ മറുപടി ആ ട്രക്കിൻ്റെ ഓണർ കൊടുത്തിരുന്നു, അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ളത്. അപ്പോഴാണ് നമ്മളൊരു മലയാളി എന്നുള്ള രീതിയിലുള്ള ഒരു അഭിമാനം നമുക്ക് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ഒരു വില ഇട്ടത്, നമ്മുടെ സർക്കാർ വില ഇട്ടത് വില മതിക്കാനാവാത്ത വിലയായിരുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം നമ്മൾ എത്രയോ മുകളിലാണ് ആ ഒരു സംഭവം. അങ്ങനെ അവിടെ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു. അതിൽ 3 ദിവസം നമുക്കവിടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവസാനത്തെ 2 ദിവസം അവിടെ എല്ലാവരും അവിടുത്തെ ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം നമ്മളാരും അങ്ങോട്ട് ഇല്ലാണ്ട് വെറും NDRFും നേവി മാത്രമായിരുന്നു അവിടെ ഇത് ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു 2-3 ദിവസം നാട്ടിൽ നിന്നുള്ള അപ്പോഴാണ് ഈ വയനാട് ഉരുൾപൊട്ടൽ അറിഞ്ഞത്. തലേ ദിവസം തന്നെ അവിടെ ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ മുണ്ടക്കൈ ഭാഗത്ത് ചെറിയ ഉരുൾപൊട്ടലുകൾ ഉണ്ട് എന്നുള്ളത്. അവിടുത്തെ മെമ്പർ നിരന്തരം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നാട്ടിൽ എല്ലാവർക്കും ഫോൺ ചെയ്തിട്ട് ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, മുണ്ടക്കൈ ചൂരൽമല മെമ്പർ. പക്ഷേ അത് നാട്ടിലെ കുറഞ്ഞ ആൾക്കാർ അത് കേട്ടു, അവർ ഉൾക്കൊണ്ടു, അവരവിടുന്ന് മാറി, അവർ രക്ഷപ്പെട്ടു. അവരുടെ സമ്പാദ്യങ്ങളെല്ലാം പോയെങ്കിലും കൂടി അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ അത് തലേ ദിവസം, ഉരുൾപൊട്ടലിന് തലേ ദിവസം നമ്മളെ പല സോഷ്യൽ മീഡിയയിലും അത് ഇട്ടപ്പം അതൊക്കെ തെറ്റായ വാർത്തയാണ്, അത് റോങ് വാർത്തയാണ്, മുണ്ടക്കയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, അവിടെ അങ്ങനെ ഒരു ഉരുൾപൊട്ടലൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു പലരും പ്രചരിപ്പിച്ചിരുന്നത്. അങ്ങനെ രാത്രി ഉരുൾപൊട്ടി, ആദ്യം ഒന്ന് പൊട്ടി, അതിൽ കുറച്ച് പേര് വേറൊരു ഭാഗത്തേക്ക് കയറി. അതായത് നമ്മൾ മുണ്ടക്കൈനെ വേണമെങ്കിൽ ചൂരൽമല 3ആയിട്ട് ഭാഗിക്കേണ്ടി വരും. ഒന്ന് സ്കൂൾ റോഡ്, ഹൈസ്കൂൾ റോഡ്, രണ്ടാമത് പാലം കടന്നിട്ടുള്ള മുണ്ടക്കൈ, പിന്നെ അവിടെ നിന്നും 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ പുഞ്ചിരിമട്ടം. ഈ പുഞ്ചിരിമട്ടമാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. അവിടെ നിന്നാണ് ഫസ്റ്റ് പൊട്ടിയപ്പോഴും ഈ മുണ്ടക്കൈക്കും പുഞ്ചിരിമട്ടത്തേക്കും ഈ ഒരു പാലം മാത്രമേ, ചൂരൽമലയിൽ നിന്നുള്ളൊരു പാലം മാത്രമാണ് അവിടേക്കുള്ള ഒരു ആക്സസ്, വേറെ വഴികളൊന്നുമില്ല. പിന്നെ സ്കൂൾ റോഡിനാണെങ്കിൽ നേരെ ഇവിടെ അവർക്ക് പാലത്തിന് ആശ്രയിക്കേണ്ടതില്ല. പക്ഷേ അവർക്ക് സ്കൂൾ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന അവിടെ പുഴയില്ല, അവിടെ നിന്ന് ഒരു 800 മീറ്റർ മാറിയിട്ടാണ് ഈ പുഴ ഒഴുകുന്നത്. പക്ഷേ
പ്രകൃതി ഒരുക്കിയ തിരക്കഥയാണ്. അതിൽ നമുക്കാർക്കും ഒന്നും, മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചൊരു ദുരന്തമായിരുന്നു അത്. ആ തിരക്കഥക്ക് നമ്മൾ വിധേയരാവുക എന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അപ്പം ഈ 800 മീറ്റർ അകലെ ഒഴുകുന്ന പുഴ ഗതി മാറി ഒഴുകി സ്കൂൾ റോഡിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് വൻ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ആ ഒഴുക്കിൽ ചൂരൽമല പാലം ഒലിച്ചുപോയി. പുഞ്ചിരിമട്ടം ഭാഗത്തുള്ള കംപ്ലീറ്റ് വീടുകൾ, ഒരു വീട് പോലും ബാക്കിയില്ല അവിടെ. ആ വീടുകളെല്ലാം അവിടുത്തെ ജനങ്ങളും ഒലിച്ചു വന്നു. മുണ്ടക്കൈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാർ കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെട്ടവർ, പരിക്ക് പറ്റിയവരും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരു ഭാഗത്തേക്ക്, ബാക്കിയുള്ളവരെല്ലാവരും ഒഴുകി ചാലിയാർപുഴയിൽ വരെ എത്തി. മറ്റുള്ള ഭാഗത്ത് സ്കൂൾ റോഡിൻ്റെ ഭാഗത്തുള്ളവർ ഈ മെമ്പറെ അറിയിപ്പ് അന്ന് രാത്രിയും വന്നിട്ടുണ്ട്. 11:45 ഫസ്റ്റ് 1 മണിക്ക് ഉരുൾപൊട്ടുന്നതിൻ്റെ മുൻപ് രാത്രി 9 മണി 10 മണിക്കൊക്കെ അദ്ദേഹം പല ആൾക്കാരും വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് അതോറിറ്റി മാത്രമാണ് അത് അങ്ങനെ ഇത്രയും വലിയൊരു ഡിസാസ്റ്ററാണ് വരുന്നത് എന്നുള്ളത് മുന്നറിയിപ്പൊന്നും കിട്ടിയില്ലായിരുന്നു. ആ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ ആൾക്കാർ പെരുമഴ തന്നെ വേറൊരു ഭാഗത്തേക്ക് മാറിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവിടെ കിടന്നവരൊക്കെ അവരും പോയി. അങ്ങനെ ഈ ദുരന്തം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 11 മണിയോട് 11:30-12 മണിയോട് കൂടിയിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. താമരശ്ശേരി വരെ എങ്ങനെയൊക്കെ ഇവിടുന്ന് നസീബിൻ്റെ ഓട്ടോ പിടിച്ചിട്ട് കുന്നമംഗലം എത്തി. അവിടുന്ന് താമരശ്ശേരിക്ക് ഒരു ബസ് കയറി, അത് കൊടുവള്ളി വഴി പോയി. അവിടുന്ന് ആംബുലൻസിലാണ് കയറിയിട്ട് ഞാൻ അവിടെ എത്തുന്നത്, ദുരന്തമുഖത്തേക്ക് എത്തുന്നത്. അപ്പം അവിടെ മിലിറ്ററിയോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളോ ഒന്നും എത്തിയില്ല. നാട്ടിലെ പോലീസുകാരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, NDRFിന് ചെറു സംഘങ്ങൾ വരുന്നുണ്ട്, സന്നദ്ധ സേവകരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോ ജനങ്ങൾ പറഞ്ഞതോ ഒന്നും അല്ലായിരുന്നു. അതിൻ്റെയും അപ്പുറത്തേക്കുള്ള ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അത് നേരിട്ട് കണ്ടവർക്കേ അത് ബോധ്യമാവുകയുള്ളൂ. ആ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഭിന്നമായിട്ടുള്ള, അതായത് നമ്മൾ ഈ പാലം കടന്നിട്ട് പാലത്തിൻ്റെ ഇപ്പുറത്തുള്ള സ്കൂൾ 3ആയിട്ട് ഭാഗിച്ചതിൽ പാലത്തിൻ്റെ ഇപ്പുറത്തുള്ള ചൂരൽമല ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആംബുലൻസിലും മറ്റുള്ളതിലൊക്കെ ജനങ്ങൾക്ക് നടന്നു കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷേ അക്കരയ്ക്ക് പുഴ ശക്തിയായിട്ട് ഒഴുകുകയാണ്. അക്കരയ്ക്ക് കടക്കാനുള്ള ഒരു മാർഗവും ഇല്ലായിരുന്നു. എത്ര നീന്തൽ അറിയുന്നവർക്ക് പോലും അക്കരയ്ക്ക് കഴിയാനില്ല. വടം കെട്ടിയിട്ട് മാത്രമേ കഴിയുള്ളൂ. അതിൽ NDRFിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും അവരെങ്ങനെയോ അക്കരെ എത്തി, വേറെ എവിടെയോ മല കയറി വന്ന് അവർ അക്കരെ എത്തിയത് കാരണം അവർക്ക് അക്കരെ ഒരു പ്രകൃതിയുടെ തിരക്കഥയിൽ ഒരേ ഒരു സാധനം അവിടെ ബാക്കി വെച്ചിരുന്നു, ഒരു ആൽമരം ബാക്കി വെച്ചിരുന്നു. തൊട്ട സമീപത്തുള്ള അമ്പലം പോയി, പള്ളി പോയി, അതിരുകളില്ല. മനുഷ്യരെ അതിര് കെട്ടിയിട്ടുള്ള ഒരു അതിരുകളും അവിടെ ഇല്ലായിരുന്നു. അവിടെ ഒരൊറ്റ അതിരേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും ഒരു വകഭേദമില്ലാണ്ട് എല്ലാവരും ഒരേ വെള്ളത്തിൽ ഒരേ ഭാഗത്ത് ഒലിച്ചുപോയി. മതത്തിനോ ജാതിക്കോ അതിരുകൾക്കോ അതിർത്തികൾക്കോ വേലികൾക്കോ കമ്പിവേലികൾക്കോ ആധാരങ്ങൾക്കോ ഒന്നും ഒരു വിലയും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രകൃതി അവിടെ ഒരു ആൽമരം മാത്രം ബാക്കി വെച്ചു. ആ ആൽമരത്തിൽ വടം കെട്ടി ഇപ്പുറത്തെ സൈഡിൽ JCBയുടെ കൈക്ക് കയറ് കെട്ടി അതിൽ കൂടെ റോപ്പ് ഇട്ടിട്ടാണ് പിന്നീട് രക്ഷാപ്രവർത്തകർ അക്കരെ കടക്കുന്നതും അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ട് കാഷ്വാലിറ്റീസിന് ഇപ്പുറത്തേക്ക് എത്തിച്ചതും. അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥകളായിരുന്നു. അത് മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നതിൻ്റെ ഒരിത്. നമ്മൾ അഹങ്കരിക്കേണ്ട യാതൊന്നും നമുക്കില്ല. നമ്മൾ എന്തിനു വേണ്ടി അഹങ്കരിക്കും? നമ്മൾ മണ്ണിനും വേണ്ടിയിട്ടും അതിർത്തിക്ക് വേണ്ടിയിട്ടും തൊട്ടടുത്തുള്ള ഒരു പോയിൻ്റ് സ്ഥലത്തിനും വേണ്ടിയിട്ട് വർഷങ്ങളോളം മിണ്ടാണ്ട് നടക്കുന്നവരും ഇതൊക്കെ എല്ലാം ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പം ഈ ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു അവിടെ മുണ്ടക്കയിലെ എൻ്റെ ഒരു അനുഭവം, ഫസ്റ്റ് ദിവസത്തെ അനുഭവം. അങ്ങനെ വൈകിട്ട് ഒരു 4-4:30 കൂടിയിട്ട് നമ്മളൊരു ടെമ്പററി പാലുണ്ടാക്കി അക്കരെ കടന്നു. ഏകദേശം ഇതേമാതിരത്തെ ഒരു നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല ഇരുട്ട് കൂടിയ സമയത്ത്. അപ്പോഴാണ് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നമുക്ക് ഈ ഭാഗത്ത് തെരച്ചിൽ നടത്താമെന്ന് പറയും. അപ്പോൾ അന്ന് വൈകുന്നേരം ആ സമയത്ത് പോലും ഇതുപോലെ ഒരു ഗ്രൗണ്ട് ആയിട്ട് എല്ലാം വെള്ളം ഒലിച്ചു പോയി കിടക്കുക. അവിടുന്ന് ഒരു 26-25 മൃതദേഹങ്ങൾ അന്ന് അവിടുന്ന് കിട്ടി. അതിൽ കൈയില്ലാത്തതുണ്ട്, കാലില്ലാത്തതുണ്ട്, ഹാഫ് ബോഡിയുള്ളതുണ്ടായിരുന്നു. ഹാഫ് ബോഡിയുള്ള ശരീരം. ഇതെല്ലാം നമ്മൾ ഇത് കെട്ടുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചിരുന്നു. ഈരാട്ടുകുന്നിൻ്റെ മുകളിൽ ഒരു ആരിച്ചനോ അങ്ങനെ എന്തോ ഒരു പേരുള്ള. ഞാനിവിടെ 4ലോ 5ലോ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അന്ന് അവിടെയൊക്കെ നമ്മളവിടേക്കൊന്നും റോഡില്ല. അപ്പം പോലീസ് വന്നപ്പോൾ കുട്ടികളെ നമ്മൾ ഓടി. ഞാൻ ആ മൃതശരീരം ആ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് 2-3 മാസത്തോളം എനിക്ക് ഒരു ട്രോമ ഇതിലായിരുന്നു. എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഈ മൃതദേഹങ്ങൾ കാണുക, മയ്യത്തിനെ തൊടുക, ഈ ബോഡീനെ തൊടുന്നതൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ നമ്മൾ നിസ്സഹായരാണ്. ആ സമയത്ത് നമ്മളല്ലാണ്ട് വേറെ ആരും ഇല്ല. ഇതിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ അവരെ നമ്മൾ രക്ഷപ്പെടുത്തണം. അവർ പറഞ്ഞ് എൻ്റെ മോൾ അവിടെ കിടക്കുന്നുണ്ട്, മോൻ കിടക്കുന്നുണ്ട്, ഭർത്താവുണ്ട്, അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? അവരെ നമ്മൾ രക്ഷപ്പെടുത്തി ഈ ബോഡികളെല്ലാം പെറുക്കി കൂട്ടി അന്ന് കഴിഞ്ഞു.
പിന്നീടാണ് മറ്റുള്ള റെസ്ക്യൂസ് വരുന്നത്, രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഇതൊക്കെ. പിന്നെ ഈ ഡിസാസ്റ്ററിനെ സംബന്ധിച്ച് ഓരോ നാടുകളിലും ഇപ്പം നമ്മളിങ്ങനെ പ്രളയമായിട്ടാണ്, ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളം കയറുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, പല പ്രശ്നങ്ങളും വരുന്നു. അപ്പം ഈ ഡിസാസ്റ്റർ ഇവിടെ MLA ഉള്ളപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു. അതായത് നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ ഈ ഡിസാസ്റ്ററിൻ്റെ ട്രെയിനിങ് കൊടുക്കണം, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സ്കൂൾ തലത്തിൽ തന്നെ കൊടുത്ത് കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കണം. പെട്ടെന്ന് ഒരാൾക്ക് ഷോക്ക് അടിച്ചാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അറ്റാക്ക് വന്നിട്ട് ഒരാൾ സൈഡിൽ കിടക്കാൻ അവർക്ക് CPR കൊടുക്കേണ്ടത് എങ്ങനെ എന്നുള്ളതെല്ലാം ഒരു പഠിപ്പിക്കുന്ന രീതിയിൽ കുട്ടികളുടെ തലത്തിൽ തന്നെ ഇത്തരം വിദ്യാഭ്യാസം കൊണ്ടുവന്നാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പം ഞങ്ങൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് അതിൽ സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് വന്ന് ട്രെയിനിങ് ചെയ്ത് കൊടുക്കും. അതിന് യാതൊരു ഫീസോ കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല, അതിൽ ഇതായാൽ മതി. പിന്നീട് രണ്ടാമത്തെ ദിവസം 1-2 ദിവസം ഞാൻ HCFൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ മൂന്നാമത്തെ ദിവസം അന്ന് TDRFൻ്റെ ഭാഗമായിട്ട് ഈ ആർമീൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ബെയിലി പാലത്തിൻ്റെ വർക്കിലുണ്ടായിരുന്നു. അതിന് നമ്മളെ നാട്ടുകാരെല്ലാം മുജീബുണ്ടായിരുന്നു, പിന്നെ മറ്റുള്ള 1-2 പേരുണ്ടായിരുന്നു ഓരോ ദിവസങ്ങളിലായിട്ട്. അപ്പം അതൊരു ദുഃഖകരമായ അനുഭവം തന്നെയാണ്. പക്ഷേ അതിലൊരു പുരസ്കാരം വാങ്ങിയതിൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കിട്ടിയതിലൊരു സന്തോഷം ഉണ്ടെങ്കിലും കൂടി അതിൻ്റെ ബാക്കിലൊരു ദുഃഖം കൂടി ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.